SSC റെയിൽവേ എക്സാമിനുള്ള ഹിസ്റ്ററിയുടെ ഒരു സീരീസാണ്. ഇതുവരെ 12 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന അടുത്ത ഭാഗമാണ് ഈ വീഡിയോ. പോസ്റ്റ് ഗുപ്ത എറ. കഴിഞ്ഞ വീഡിയോ അവസാനം നോക്കിയത് ഗുപ്താസിനെ പറ്റിയിട്ടായിരുന്നു. മൗര്യാസിന് ശേഷം പോസ്റ്റ് മൗര്യ എറ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഗുപ്താസിന് ശേഷം ഒരു വലിയ ഡൈനാസ്റ്റിക്ക് ശേഷം കുറേ ചെറിയ ചെറിയ ഡൈനാസ്റ്റികളായിരിക്കും ആ ഭാഗത്തുണ്ടാവുക. ഏറ്റവും അവസാനിപ്പിച്ചത് ഈ ഒരു ടൈം പീരീഡിലായിരുന്നു അന്നേരത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ്. നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ ഗുപ്താസ്, സെൻട്രൽ ഇന്ത്യയിലെ ഒരു വലിയ ഭാഗം വഗടകാസ്. ഇനി അടുത്തത് ഗുപ്താസിന് ശേഷം വരുന്ന ഒരു സമയം 6th സെഞ്ച്വറിയോട് കൂടിയിട്ട് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പാണ് ഈ കാണിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഹരിയാന ഭാഗത്തുള്ള ഒരു ഡൈനാസ്റ്റി, അതിൻ്റെ പേരാണ് പുഷ്യഭൂതീസ് അഥവാ വർധന ഡൈനാസ്റ്റി. ഇവരുടെ ക്യാപിറ്റലാണ് ഈ ഒരു ഹരിയാന ഭാഗം, താനേശ്വറിലെ ഹരിയാന ഭാഗം. പിന്നെ അടുത്തത് ഈ ഗുജറാത്തിലെ വല്ലഭിയിലെ മൈത്രകാസ്, നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ബംഗ്ലാദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഈ ഒരു ഏരിയയിൽ വരുന്ന ഗൗഡാസ്. നേരത്തെ പറഞ്ഞ ഗുപ്താസിന് ശേഷം അവർ വീക്കാവുകയും അതിനുശേഷം വരുന്ന ഗുപ്താസ് നമ്മുടെ ഈ ബീഹാറിൻ്റെ ആ ഭാഗത്ത് വരുന്ന പാടലിപുത്രയുടെ ഈ ഭാഗത്ത് വരുന്നവരാണ് ലേറ്റർ ഗുപ്താസ്. കനൗജ് ക്യാപിറ്റലായിക്കൊണ്ട് മൗക്കരി, കനൗജ് ക്യാപിറ്റലായിക്കൊണ്ട് മൗക്കരി. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് മാൾവ ഡൈനാസ്റ്റി. അപ്പോൾ ഇതാണ് പ്രധാനമായും നോർത്ത് ഇന്ത്യയിലെ ഗുപ്ത പീരീഡിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ. ഹരിയാന ഭാഗത്ത് പുഷ്യഭൂതീസ്, ഗുജറാത്തിലെ വല്ലഭിയിൽ മൈത്രകാസ്, ബംഗ്ലാദേശ് ഏരിയയിലെ ഗൗഡാസ്, നമ്മുടെ ഈ പിന്നെ ലേറ്റർ ഗുപ്താസ്, ഇത് ലേറ്റർ ഗുപ്താസ് ആണ്. കനൗജിൽ മൗക്കരി. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഈ നർമ്മദാ നദിക്ക് താഴെ വരുന്ന സൗത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചാലുക്യാസാണ് ആ സമയത്ത് ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റിയിൽ ആദ്യത്തെ ഡൈനാസ്റ്റി ആയിട്ട് നോക്കുന്നത്, പോസ്റ്റ് ഗുപ്ത എറയിലെ ആദ്യത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് പുഷ്യഭൂതി ഡൈനാസ്റ്റി അഥവാ വർദ്ധൻ ഡൈനാസ്റ്റി. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. പുഷ്യഭൂതി ഡൈനാസ്റ്റിൻ്റെ ഫൗണ്ടർ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഡൈനാസ്റ്റി അറിയപ്പെടുന്നത്, പുഷ്യഭൂതി. ക്യാപിറ്റൽ താനേശ്വർ, ഹരിയാനയിലെ താനേശ്വർ. പിന്നെ പുഷ്യഭൂതിക്ക് ശേഷം വരുന്ന റൂളേഴ്സിൻ്റെയൊക്കെ പേര് അവസാനിക്കുന്നത് ഈ വർദ്ധൻ എന്നുള്ള പേരിലാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അടുത്ത റൂളർ, പ്രഭാകര വർദ്ധൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വർദ്ധൻ എന്നുള്ള പേര് ഇനി വരുന്ന റൂളേഴ്സിൽ കാണാം. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പറഞ്ഞ ഹർഷവർദ്ധൻ. അപ്പോൾ ഇവരൊക്കെ പേര് അവസാനിക്കുന്നത് വർദ്ധന എന്നില്ലേ. അപ്പോൾ അവിടുന്ന് തന്നെ പുഷ്യഭൂതി ഡൈനാസ്റ്റിയുടെ മറ്റൊരു പേരാണ് വർദ്ധന ഡൈനാസ്റ്റി. അപ്പോൾ പ്രധാനപ്പെട്ട 2 പോയിന്റ്, ഫൗണ്ടർ പുഷ്യഭൂതി, ക്യാപിറ്റൽ താനേശ്വർ. പിന്നെ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മകൻ പ്രഭാകരവർദ്ധൻ. ഈ സമയത്തുള്ള ഒരു സ്റ്റോറിയാണ് അടുത്തത് പറയുന്നത്. പ്രഭാകരവർദ്ധന് 2 മക്കളാണുള്ളത്. ഒന്ന് ഇവിടെ തന്നിട്ടുള്ള രാജ്യവർദ്ധൻ, രണ്ടാമത്തെ ഹർഷവർദ്ധൻ. ആദ്യത്തെ രാജ്യവർദ്ധൻ, രണ്ടാമത്തെ ഹർഷവർദ്ധൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട് രാജ്യശ്രീ. ഇങ്ങനെ 3 ആൾക്കാരെയാണ് പറയുന്നത്. 2 മക്കൾ രാജ്യവർദ്ധനും ഹർഷവർദ്ധനും, മകള് രാജ്യശ്രീ. അപ്പോൾ ഇവിടെയുള്ള ഒരു കഥ എന്താ വെച്ചാൽ, എങ്ങനെയാണ് വർദ്ധന ഡൈനാസ്റ്റി ഇന്ത്യയിലെ പ്രോമിനൻ്റ് ആയിട്ട് നോർത്ത് ഇന്ത്യ റൂൾ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ പുഷ്യഭൂതി ഡൈനാസ്റ്റിൻ്റെ ലൊക്കേഷൻ മനസ്സിലായി, പഞ്ചാബ്, ഹരിയാന ഭാഗം. പിന്നെ ഇവിടുത്തെ മകളായിട്ടുള്ള രാജ്യശ്രീയെ വിവാഹം ചെയ്തിരിക്കുന്നത് ഈ കനൗജ്, അതായത് നെയ്ബറായിട്ടുള്ള കനൗജിലെ മൗക്കരി ഡൈനാസ്റ്റിയിൽ വരുന്ന ഗൃഹവർമ്മനുമായിട്ടാണ്. അപ്പോൾ മൗക്കരിയിൽ ആ സമയത്ത് റൂൾ ചെയ്യുന്നത് ഗൃഹവർമ്മനാണ്. ഈ ഗൃഹവർമ്മനും രാജശ്രീയും തമ്മിലുള്ള മാട്രിമോണിയൽ അലയൻസിലൂടെ, അതായത് ഇവരുടെ പ്രഭാകരവർമ്മൻ്റെ മകളെ രാജശ്രീയെ വിവാഹം ചെയ്യുന്നത് തൊട്ടടുത്ത കനൗജിലെ മൗക്കരി ഡൈനാസ്റ്റിയിലെ റൂളറാണ് ഗൃഹവർമ്മൻ. അപ്പോൾ ഈ മാട്രിമോണിയൽ അലയൻസിലൂടെ ഈ വർദ്ധന ഡൈനാസ്റ്റിയുടെ ഇൻഫ്ലുവൻസ് ഈ ഒരു ഭാഗത്തൊക്കെ കൂടി വരികയാണ്. ഈ കനൗജിൻ്റെ ഈ ഭാഗം കൂടി ഇവരുടെ ഇൻഫ്ലുവൻസിൻ്റെ കീഴിൽ വരികയാണ്. അതാണ് ഇവിടെ പറയുന്നത്. രാജ്യവർദ്ധൻ്റെ സഹോദരിയാണ് രാജശ്രീ. രാജശ്രീയുടെ ഹസ്ബൻഡ് ഗൃഹവർമ്മൻ, റൂളർ ഓഫ് മൗക്കരി, ക്യാപിറ്റൽ മൗക്കരിൻ്റെ ക്യാപിറ്റലാണ് ഈ കനൗജ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഈ ഗൃഹവർമ്മനെ ഈ ഗൗഡയിലെ റൂളറും അതുപോലെ ഈ മാൽവയിലെ റൂളറും ഇവർ 2 പേരും കൂടി ചേർന്ന് ഈ മൗക്കരിയിലെ റൂളറായിട്ടുള്ള ഗൃഹവർമ്മനെ വധിക്കുന്നു. ഇവിടുത്തെ ഗൗഡയിലെ റൂളറുടെ പേരാണ് ശശാങ്ക്. അതുപോലെ ഈ മാൾവയിലെ ആ സമയത്തെ റൂളർ പേരാണ് ദേവഗുപ്ത. ഈ ദേവഗുപ്തിയും മാൾവയിലെ റൂളറായ ദേവഗുപ്തിയും
ഈ ഗൗഡയിലെ റൂളറായ ശശാങ്കു ചേർന്നിട്ട് ഈ മൗഖരി റൂളറായ ഗൃഹവർമ്മന, അതായത് രാജശ്രീയുടെ ഭർത്താവായ ഗൃഹവർമ്മനെ വധിക്കുന്നു. അപ്പോൾ ഇതിനുള്ള റിവെഞ്ച് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഈ രാജശ്രീയുടെ സഹോദരന്മാർ, അതായത് രാജ്യവർദ്ധനാണ് ഇതിൻ്റെ റിവെഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രാജ്യവർദ്ധൻ ഈ മാൽവയിലെ റൂളറായ ദേവഗുപ്തയെ ഡിഫീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗൗഡയിലെ റൂളറായ ശശാങ്കിനെ ഡിഫീറ്റ് ചെയ്യുന്നു. പക്ഷെങ്കിൽ ആ സമയത്ത് ഈ ശശാങ്ക് പുഷ്യഭൂതി ഡൈനാസ്റ്റിയുമായിട്ട് ഒരു അലയൻസ് രൂപപ്പെടുത്താനുള്ള പീസ് ഓഫറിങ് നടത്തി. അതായത് ഇവിടുത്തെ ശശാങ്കിൻ്റെ ഡോട്ടറെ ഈ ഡൈനാസ്റ്റിയിലെ ആൾക്കാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ പറയുകയും പക്ഷെ പിന്നീട് ചതിക്കുകയും ചെയ്യുന്നു. ശശാങ്ക് വീണ്ടും ചതിക്കുകയും ഈ രാജവർമ്മന, അവിടുത്തെ റൂളറാവേണ്ട രാജവർമ്മനെയും കൂടെ ഈ ശശാങ്കിൻ്റെ നേതൃത്വത്തിൽ വധിക്കുന്നു. അപ്പോൾ അങ്ങനെ 2 പേരും ഇവിടെ മരണപ്പെട്ടു. രാജവർദ്ധൻ ഇപ്പം മരണപ്പെട്ടു, അതുപോലെ തന്നെ ഗൃഹവർമ്മനും വധിക്കപ്പെട്ടു. അപ്പോൾ ഇതിന് രണ്ടിനുള്ള റിവെഞ്ച് ചെയ്യാനായിട്ട് ഹർഷവർദ്ധൻ, അടുത്ത രാജവർദ്ധൻ്റെ ഇളയ അനിയനായിട്ടുള്ള ഹർഷവർദ്ധൻ ഈ ദേവഗുപ്തയെ, നമ്മളെ ശശാങ്കയെ ഡിഫീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ രാജശ്രീയെ രക്ഷിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഭർത്താവ് മരണപ്പെട്ടു, അപ്പോൾ സതിയും മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ രാജശ്രീയെ രക്ഷപ്പെടുത്തുകയും പിന്നീട് വർദ്ധന ഡൈനാസ്റ്റിയുടെ ഭരണം ഏറ്റെടുക്കുന്നത് ഹർഷവർദ്ധനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ മൗഖരിയുടെ ഭരണം ഏകദേശം ഇവരുടെ കീഴിലായി. ഈ മാൽവയെ ഡിഫീറ്റ് ചെയ്തു, അതുപോലെ ഈ ഗൗഡാസിനെയും ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിട്ട് ഇവിടുത്തെ പുഷ്യഭൂതി ഡൈനാസ്റ്റി വലുതായി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോയിൻ്റ്, ഫൗണ്ടറുടെ പേര്, ക്യാപിറ്റൽ, പുഷ്യഭൂതിയുടെ മകൻ പ്രഭാകരവർദ്ധൻ, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ രാജ്യവർദ്ധനും ഹർഷവർദ്ധനും, മകള് രാജശ്രീയെ വിവാഹം ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത്, ഇവരിവിടെയാണുള്ളതെങ്കിൽ തൊട്ടടുത്ത കനൗജിലെ റൂളറായിട്ടുള്ള ഗൃഹവർമ്മനെയാണ് വിവാഹം ചെയ്യുന്നത്. ഗൃഹവർമ്മന ഈ മാൾവയിലെ റൂളറും അതുപോലെ തന്നെ നമ്മുടെ ഗൗഡാസും കൂടെ ചേർന്നിട്ട് ഈ ഗൃഹവർമ്മനെ വധിക്കുന്നു. അതിനെ റിവെഞ്ച് ചെയ്യാനായിട്ട് ഇവിടുത്തെ മൂത്ത മകനായിട്ടുള്ള ഈ രാജ്യവർദ്ധൻ ഇവരെ 2 പേരെയും ഡിഫീറ്റ് ചെയ്യുന്നു. പക്ഷേങ്കിൽ ഈ ശശാങ്കൻ ഒരു അലയൻസിന് ഓഫർ ചെയ്യുകയും വീണ്ടും ചതിക്കുകയും ഈ രാജ്യവർദ്ധനെയും കൂടെ വധിക്കുന്നു. അപ്പോൾ ഇതിന് രണ്ടിനുള്ള റിവെഞ്ച് എന്ന രീതിയിൽ നമ്മുടെ ഹർഷവർദ്ധൻ പിന്നീട് ഈ ഗൗഡാസിനെയും ഡിഫീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രോമിനൻ്റ് ഫിഗർ ആയിക്കൊണ്ട് വർദ്ധന ഡൈനാസ്റ്റി ഉയർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കഥ. ഇനി ഹർഷവർദ്ധനെ പറ്റി പ്രത്യേകിച്ച് നോക്കാനുള്ളത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളറാണ് ഹർഷവർദ്ധൻ. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ പിന്നീട് കനൗജ് ആയിട്ട് മാറുന്നു. ക്യാപിറ്റൽ കനൗജ്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ഇവിടുന്ന് തുടങ്ങാം. ഈ സമയത്ത് ഹർഷവർദ്ധൻ്റെ പീരീഡിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു പ്രീവിയസ് ഇയറിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഹർഷവർദ്ധൻ്റെ സമയത്ത് ഒരു ചൈനീസ് ട്രാവലർ ഹുയാങ് സാങ് അഥവാ ഷുവാങ് സാങ്, ഒരു ചൈനീസ് ട്രാവലറാണ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നു. ഹർഷവർദ്ധൻ്റെ കോർട്ടിലാണ് സന്ദർശനം നടത്തുന്നത്. അതായത് ഈ സമയം എന്ന് പറയുന്നത് 7th സെഞ്ച്വറിയാണ്. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, എത്ര വർഷം മുന്നേ ആയിരുന്നു ചൈനീസ് ട്രാവലറായ ഹുയാങ് സാങ് ഇന്ത്യ സന്ദർശിച്ചത്? അതായത് ഇത് 7th സെഞ്ച്വറിയാണ്. ഇപ്പോൾ നമ്മൾ 21st സെഞ്ച്വറിയിലുള്ളത്. അതുകൊണ്ട് 1400 വർഷം മുമ്പാണ്. ഇതാണ് ഓപ്ഷനിലുണ്ടായ കറക്റ്റ് ആൻസർ. 1400 വർഷം മുമ്പായിരുന്നു ഹുയാങ് സാങ് ഇന്ത്യ സന്ദർശിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ആൾ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ട് ഹർഷവർദ്ധൻ്റെ ആ ഡൈനാസ്റ്റി ഇദ്ദേഹത്തിന് 2 അസംബ്ലീസ് ഓർഗനൈസ് ചെയ്യുന്നു. ആദ്യത്തെ കനൗജിൽ ടു ഹോണർ ഹുയാങ് സാങ്. ഇവിടെ പറയുന്നത് നമ്മുടെ പ്രയാഗിൽ ഇന്ന് നമ്മളെ കുംഭമേള കഴിഞ്ഞ വർഷം നടന്നു. അതിൻ്റെയൊക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഈ വർദ്ധന ഡൈനാസ്റ്റിൻ്റെ സമയത്ത് നടത്തുന്ന ഓർഗനൈസ്ഡ് എവറി 5 years കോൺഫ്ലുവൻസ് ഓഫ് ഗംഗ യമുന സരസ്വതി പ്രയാഗ്. അതാണ് കുംഭമേളയുടെ ഒറിജിനായിട്ട് പറയുന്നത്. പിന്നെ ഹർഷവർദ്ധനെ പറ്റി പറയുന്നത് അദ്ദേഹം ഒരു ശൈവൈറ്റാണ്, അതായത് ശിവനെയാണ് പാട്രണൈസ്ഡ് ബുദ്ധിസ്റ്റ് റിലീജിയൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹർഷവർദ്ധൻ എഴുതിയ പുസ്തകങ്ങൾ 3 പുസ്തകങ്ങളാണുള്ളത്. PNAR, പ്രിയദർശിക, നാഗനന്ദ, രത്നാവലി. ഹർഷവർദ്ധൻ എഴുതിയ 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് പ്രിയദർശിക, നാഗനന്ദ, രത്നാവലി, നാഗനന്ദ, പ്രിയദർശിക. ഹർഷവർദ്ധൻ്റെ കോർട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയറ്റായിരുന്നു ബാനഭട്ട. ഇത് ഒരു പ്രീവിയസ് ഇയറിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാനഭട്ട ആരുടെ കോർട്ടിലെ പോയറ്റായിരുന്നു? അതുപോലെ അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങൾ,
ഒന്നാണ് കാദംബരി. ബാണഭട്ട് എഴുതിയ 2 പുസ്തകങ്ങൾ, ഒന്ന് കാദംബരി, പിന്നെ ഹർഷവർദ്ധൻ്റെ ബയോഗ്രഫി ആയിട്ടുള്ള ഹർഷചരിത. അതാണ് ഇവിടെ വന്ന് ബയോഗ്രഫി ഓഫ് ഹർഷവർദ്ധന, ഹർഷചരിത റിട്ടൺ ബൈ ഹിസ് കോട്ട് പോയറ്റ് ബാണഭട്ട. അപ്പോൾ ഇനി ഹർഷവർദ്ധൻ്റെ പ്രധാനപ്പെട്ടായിട്ടുള്ള യുദ്ധങ്ങൾ അഥവാ ആദ്യം പറയുന്ന ഒന്നാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഹി ഡിഫീറ്റഡ് ധ്രുവസേന ഓഫ് വല്ലഭി. അപ്പോൾ കഴിഞ്ഞ മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗുജറാത്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഡൈനാസ്റ്റിയാണ് മൈത്രക ഡൈനാസ്റ്റി, ക്യാപിറ്റൽ വല്ലഭി. അപ്പോൾ ഇവിടുത്തെ റൂളറായിരുന്നു ധ്രുവസേന ദി സെക്കൻഡ്. ധ്രുവസേന ദി സെക്കൻഡ് ഇപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഏകദേശം മനസ്സിലായി. ഇന്ത്യയുടെ ഈ ഗുജറാത്തിലെ ഈ വല്ലഭി ക്യാപിറ്റലായിക്കൊണ്ടുള്ള ഈ മൈത്രക ഡൈനാസ്റ്റിയിലെ ധ്രുവസേനയെ ഡിഫീറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തെ റൂളറെ ഡിഫീറ്റ് ചെയ്തു, ഗൗഡാസിനെ ഡിഫീറ്റ് ചെയ്തു, പിന്നെ അതുപോലെ മാൾവ. അപ്പോൾ ഏകദേശം നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ കീഴിലായി വർദ്ധനാസിൻ്റെ. അപ്പോൾ അതിനുശേഷം ഇവർ സൗത്ത് ഇന്ത്യയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡൈനാസ്റ്റിയാണ് ചാലുക്യൻ ഡൈനാസ്റ്റി. അതായത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ സതവാഹനാസിനെ പറ്റി പറഞ്ഞു, പിന്നെ വഗഡകാസിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട റൂളറാണ് ചാലുക്യാസ്. ഈ ചാലുക്യാസിന് ഹർഷവർദ്ധനൻ്റെ കണ്ടംപററി എന്ന് പറയുന്നത് ഈ സമയത്തെ ചാലുക്യൻ റൂളർ എന്ന് പറയുന്നത് പുലക്കേശൻ ദി സെക്കൻഡ്. പുലക്കേശൻ സെക്കൻഡാണ് ഈ സമയത്തെ റൂളർ. അപ്പോൾ ഹർഷവർദ്ധൻ പുലക്കേശൻ II അറ്റാക്ക് ചെയ്യുകയും പക്ഷേങ്കിൽ തോൽവി നേരിട്ടു. ഹി വാസ് ഡിഫീറ്റഡ് ബൈ പുലക്കേശൻ II ദ ചാലുക്യൻ കിങ് ഓൺ ദ ബാങ്ക്സ് ഓഫ് നർമ്മദ റിവർ. അപ്പോൾ ഇനി ചാലുക്യാസിനെ പറ്റി പഠിക്കുമ്പോൾ പുലക്കേശൻ II പറ്റി കൂടുതൽ പറയും. അപ്പോൾ ഇവിടെ ആദ്യം ഓർമ്മിക്കേണ്ടത് ഹർഷവർദ്ധൻ സൗത്തിലേക്ക് കോൺകർ ചെയ്യാൻ വരികയാണെങ്കിലും അതിനെ തടയിടാൻ കഴിഞ്ഞത് ചാലുക്യ റൂളറായിട്ടുള്ള പുലക്കേശൻ II. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ വിജയങ്ങളെ പറ്റിയിട്ടും യുദ്ധങ്ങളൊക്കെ പറ്റി എഴുതുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ അതിൽ ഈ ഹർഷവർദ്ധന പുലക്കേശൻ തോൽപ്പിച്ചതിൻ്റെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് 2 വാക്കുകൾ കിട്ടുകയാണ്. ഹർഷവർദ്ധന ചാലുക്യാസിലെ പുലക്കേശൻ കൊടുത്ത ടൈറ്റിൽ, അതായത് അവരെ ഐഹോൾ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യിക്കുന്നത് ഇങ്ങനെ സകല ഉത്തര പദനാഥൻ എന്നാണ്. അപ്പോൾ സകല ഉത്തര പദനാഥൻ, ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത്, ഉത്തര ധ്രുവം എന്നൊക്കെ പറയുന്ന പോലെ ഉത്തരപദ് നോർത്ത്, നാഥൻ എന്ന് പറയുന്നത് ലീഡർ എന്നുള്ള അർത്ഥത്തിൽ, സകലം എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ ഭാഗത്തെയും റൂളറായിട്ടുള്ള ഹർഷവർദ്ധന പുലക്കേശൻ തോൽപ്പിച്ചു എന്നാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സകല ഉത്തരപദനാഥാന്ന് ആരെയായിരുന്നു വിശേഷിപ്പിച്ചത്, ഏത് ഇൻസ്ക്രിപ്ഷനിലാണ് ഉള്ളത്? ഇപ്പോൾ ചാലുക്യൻ ഇൻസ്ക്രിപ്ഷനായ ഐഹോളിലെ ആണ് ലാൻഡ് ഓഫ് നോർത്ത് ഇന്ത്യ, അവിടുത്തെ റൂളറായിട്ട് ഹർഷവർദ്ധന പറയുന്നത്. അപ്പോൾ സകല ഉത്തര പദനാഥ്. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് തോൽപ്പിച്ച ശേഷം, അപ്പോൾ ഇതാണ് ഹർഷവർദ്ധനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ പോസ്റ്റ് ഗുപ്ത എറ, ആദ്യത്തെ ഡൈനാസ്റ്റി പുഷ്യഭൂതി ഡൈനാസ്റ്റി, ഫൗണ്ടർ പുഷ്യഭൂതി, പ്രധാനപ്പെട്ട റൂളർ, ഒരു കഥ ഇവിടെ പറഞ്ഞു. മകളായിട്ടുള്ള രാജശ്രീയെ തൊട്ടടുത്ത ഡൈനാസ്റ്റി ആയിട്ടുള്ള റൂളറായിട്ടുള്ള ഗൃഹവർമ്മന് വിവാഹം ചെയ്തു കൊടുത്തു. ഗൃഹവർമ്മന ഗൗഡയിലെയും മാൽവയിലെയും റൂളേഴ്സ് ചേർന്ന് വധിക്കുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഭാകരവർമ്മൻ്റെ മൂത്ത മകനായ രാജ്യവർദ്ധൻ വരികയും അവരെ 2 പേരും ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേങ്കിൽ ഗൗഡയിലെ റൂളറായ ശശാങ്കൻ ഇദ്ദേഹത്തെ വീണ്ടും വധിക്കുന്നു. ഇതിന് ഈ 2 മരണങ്ങൾക്കുള്ള റിവെഞ്ചായിട്ട് നമ്മുടെ ഹർഷവർദ്ധൻ ആ ഗൗഡ റൂളറിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അതുപോലെ രാജശ്രീയെ രക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള ഭരണം ഹർഷവർദ്ധൻ്റെ കീഴിലാണ്. 7th സെഞ്ച്വറിയിലാണ് വർദ്ധന ഡൈനാസ്റ്റിയുടെ ഹർഷവർദ്ധൻ ഭരണം നടത്തുന്നത്. ആ സമയത്ത് ഒരു ചൈനീസ് റൂളറായിട്ടുള്ള ഹുയാൻ സാങ് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളിൽ നിന്നാണ് കൂടുതൽ ഈ വർദ്ധൻ ഡൈനാസ്റ്റിയെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. 2 അഡ്മിനിസ്ട്രേഷനെ 2 വിഭാഗമായി തിരിച്ചു എന്നും. അപ്പോൾ ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത് ഇവിടുന്നാണ്. ഹുയാൻ സാങ് ഇന്ത്യ സന്ദർശിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. 2 അസംബ്ലീസ് കനൗജിൽ ടു ഹോണർ ഹുയാൻ സാങ്, പ്രയാഗിൽ ഓർഗനൈസ്ഡ് എവരി 5 years. ഇദ്ദേഹം ഷൈവൈറ്റ് ആയിരുന്നു, ബുദ്ധിസം പാട്രണൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഗൗഡയിലെ റൂളേഴ്സ് നമ്മളെ ബുദ്ധിസത്തിനെതിരെ
കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കണ്ടംപററി ആയിട്ടുള്ള. ഹർഷവർദ്ധൻ 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് പ്രീവിയസ് ഇയറിൽ വരുന്നത്. ഒന്ന് പി പ്രിയദർശിക, എൻ നാഗനന്ദ, ആർ രത്നാവലി. അതുപോലെ അദ്ദേഹത്തിൻ്റെ കോഡ് പോയറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ബാനഭട്ട. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് കാദംബരി. പിന്നെ പറയുന്ന പോയിൻ്റാണ് ഗുജറാത്തിലെ വല്ലഭിയിലുള്ള ധ്രുവസേന സെക്കൻഡിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അതിനുശേഷം സൗത്ത് ഇന്ത്യയിലേക്ക് നർമ്മദക്ക് താഴെ യുദ്ധത്തിന് പോകുന്നു. ആ സമയത്ത് ചാലുക്യൻ കിങ് പുലിക്കേശൻ II ആണ്, പക്ഷെങ്കിൽ അദ്ദേഹത്തിന് തോൽപ്പിക്കുന്നു. ഹർഷവർദ്ധനെ പുലക്കേശൻ II ആണ് ഇവിടെ ജയിക്കുന്നത്, ഹർഷവർദ്ധന തോൽക്കുന്നു. വെച്ചാൽ കൊല്ലപ്പെടുന്നില്ല. ഈ യുദ്ധം 619 620 ആ സമയത്താണ്. അതിന് 10-20 വർഷത്തിന് ശേഷമാണ് ഹർഷവർദ്ധൻ മരിക്കുന്നത്. വർദ്ധന ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഡ്യൂറിങ് ഹൂസ് റെയിൻ ഡിഡ് ദ ചൈനീസ് ട്രാവലർ ഹുയാങ് സാങ് വിസിറ്റ് ഇന്ത്യ? അതായത് ഹുയാങ് സാങ്ങിൻ്റെ എച്ച് വെച്ചിട്ട് ഓർമ്മിച്ചാൽ മതി. ഹുയാങ് സാങ് ഹർഷവർദ്ധന. അപ്പോൾ ഓപ്ഷൻ ഡി ഹർഷവർദ്ധന. ഹുയാങ് സാങ് ഏത് രാജാവ് ഭരിക്കുമ്പോഴാണ് വന്നത്? എച്ച് ഹുയാങ് സാങ്. അതുപോലെ ഇങ്ങനെ എക്സ് വെച്ചിട്ടും ഹുയാങ് സാങ് എന്നും ക്വസ്റ്റ്യനിൽ വരലുണ്ട്. ഹുയാങ് സാങ് ഹർഷവർദ്ധന, എച്ച്. ഹുയാങ് സാങ്ങിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് CU കി. ഇതാണ് ഹുയാങ് സാങ്ങിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. 7th സെഞ്ച്വറിയിൽ 1400 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് വന്നു. ഇതും ക്വസ്റ്റ്യൻ സെയിം തന്നെ, പക്ഷെങ്കിൽ പേര് ഹുയാങ് സാങ് എന്നില്ലേന വേറൊരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഹുയാങ് സാങ് തന്നെയാണ്, എച്ച് ഹുയാങ് സാങ് ഹർഷവർദ്ധന. പക്ഷെ ഇവിടെ ഇതിൽ ഷുവാങ് സാങ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബാനഭട്ട വാസ് ദ കോഡ് പോയറ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ കിങ്? ബാനഭട്ട എന്ന് പറയുന്നത് ഏത് കോഡ് പോയറ്റാണ്, ഏത് രാജാവിൻ്റെ? ഹർഷവർദ്ധന. ബാനഭട്ട എഴുതിയ പുസ്തകമാണ് കാദംബരി. അതുപോലെ ഹർഷവർദ്ധനൻ്റെ ബയോഗ്രഫി എഴുതിയതും ബാനഭട്ട തന്നെയാണ്. ഹർഷവർദ്ധൻ്റെ ബയോഗ്രഫിയാണ് ഹർഷചരിതം. അപ്പോൾ ഈ ഹർഷചരിതം എന്ന് പറയുന്നത് ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ബയോഗ്രഫി എന്നാണ്. സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെ ആദ്യത്തെ ബയോഗ്രഫി. അത് എഴുതിയതാണ് ബാനഭട്ട. മറ്റൊരു പുസ്തകമാണ് കാദംബരി. അടുത്ത ക്വസ്റ്റ്യൻ. കിങ് ഹർഷവർദ്ധന അസെൻഡഡ് ടു ദ ത്രോൺ, അതായത് ആർക്ക് ശേഷമാണ് ഭരണത്തിലെത്തി അസെൻഡഡ് ടു ദ ത്രോൺ ഓഫ് താനേശ്വർ ആൻഡ് കനൗജ്? ആദ്യം ക്യാപിറ്റൽ പറയുന്നത് ഹരിയാനയിലെ താനേശ്വർ ആയിരുന്നു, പിന്നീട് കനൗജ് ക്യാപിറ്റൽ. ഓൺ ദ ഡെത്ത് ഓഫ് ഹിസ് ബ്രദർ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഹർഷവർദ്ധനൻ്റെ എൽഡർ ബ്രദറിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. ആൻസർ രാജ്യവർദ്ധൻ. ആദ്യം പുഷ്യഭൂതി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ പുഷ്യഭൂതി, അതിനുശേഷം പ്രഭാകരവർമ്മൻ്റെ മകനാണ് രാജ്യവർദ്ധൻ. ശശാങ്ക് കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ഹർഷവർദ്ധൻ വർദ്ധന ഡൈനാസ്റ്റിയിൽ ഭരണം നടത്തി. അപ്പോൾ ക്വസ്റ്റ്യൻ ഹർഷവർദ്ധനൻ്റെ ബ്രദർ രാജ്യവർദ്ധൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഹർഷചരിത ഇസ് എ ബയോഗ്രഫി ഓഫ് ഹർഷവർദ്ധന, ദ റൂളർ ഓഫ് കനൗജ്, കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിത് ബൈ ഹിസ് കോഡ് പോയറ്റ് ബാനഭട്ട. ഹർഷചരിത അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയുടെ പേര് എഴുതിയത് കോഡ് പോയറ്റ് ആയിട്ടുള്ള ബാനഭട്ട. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് കാദംബരി. അടുത്ത ക്വസ്റ്റ്യൻ. ഹു എമംഗ് ദ ഫോളോയിങ് ഡിഫീറ്റഡ് ഹർഷവർദ്ധന ഇൻ 618 CE? അപ്പോൾ ആൻസർ ചാലുക്യൻ റൂളറായിട്ടുള്ള പുലിക്കേശൻ II ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പുതിയ പോയിന്റ് കിട്ടി. ഈ വർഷം, അതായത് 647 ഹർഷവർദ്ധൻ മരിക്കുന്നത്. അപ്പോൾ ഹർഷവർദ്ധൻ സൗത്ത് ഇന്ത്യയിലേക്കുള്ള ഹർഷവർദ്ധൻ്റെ ഇത് തടഞ്ഞത് അവിടുത്തെ ചാലുക്യ റൂളറായിട്ടുള്ള പുലക്കേശൻ II ആണ്. അപ്പോൾ ആ നദിയാണ് നർമ്മദാ നദിയുടെ തീരത്താണ് യുദ്ധം നടന്നത്. ക്വസ്റ്റ്യൻ ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്തത് പുലക്കേശൻ II. ഇപ്പോൾ ഇവിടുന്ന് ഇയറും കൂടെ കിട്ടി, 618 CE. അടുത്ത ക്വസ്റ്റ്യൻ. പുഷ്യഭൂതി ഹു റൂൾഡ് ഫ്രം താനേശ്വർ വാസ് ദ ഫൗണ്ടർ ഓഫ്? അതായത് പുഷ്യഭൂതിയാണ് ഫൗണ്ടർ. അതുകൊണ്ട് ആ ഡൈനാസ്റ്റിയെ പുഷ്യഭൂതി ഡൈനാസ്റ്റി എന്നും വിളിക്കും. ഡൈനാസ്റ്റിയുടെ പേരാണ് വർദ്ധന ഡൈനാസ്റ്റി.
അടുത്ത ക്വസ്റ്റ്യൻ, ദ കിങ് ശശാങ്ക എഗെയിൻസ്റ്റ് ഹൂം ഹർഷവർദ്ധന ഡിക്ലെയർഡ് വാർ വാസ് എ റൂളർ ഓഫ് ഡാഷ് കിങ്ഡം. അതായത് ഈ ഹരിയാന ഭാഗത്താണ് വർദ്ധന ഡൈനാസ്റ്റി ഉള്ളത്. ക്യാപിറ്റൽ കനോജ് അല്ലെങ്കിൽ താനേശ്വർ. അപ്പോൾ ഇവിടെ ശശാങ്ക് ഏത് കിങ്ഡം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഗൗഡ കിങ്ഡം, ആൻസർ ഗൗഡ കിങ്ഡം. നമ്മൾ ഈ ബംഗാൾ ഭാഗത്തെ ഗൗഡ കിങ്ഡം ആണ് ആൻസർ. അപ്പോൾ ഇവിടെ നേരത്തെ സ്റ്റോറിയിൽ മാൽവയിലെ ദേവഗുപ്തിയും അതുപോലെ തന്നെ ഗൗഡയിലെ ശശാങ്കും കൂടി ചേർന്നിട്ടാണ് രാജ്യവർദ്ധന ഡിഫീറ്റ് ചെയ്യുന്നത്, അതുപോലെ ഗൃഹവർമ്മനെ വധിക്കുന്നതും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഗൗഡ. ഇനി ഇതിൻ്റെ ഗൗഡ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലാണ് കർണസുബർണ. കർണസുബർണ എന്നാണ് ഗൗഡ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഈ ബംഗ്ലാദേശ്, ബംഗാൾ ആ ഒരു ഏരിയ. പോസ്റ്റ് ഗുപ്തയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി ആയിരുന്നു വർദ്ധന ഡൈനാസ്റ്റി. ഇനി അടുത്തത് ചാലുക്യാസ്.